ക്രിസ്തു എന്ന അത്ഭുത പുരുഷനിലേക്ക് എത്താനുള്ള ചില കാര്യങ്ങളാണ് ഓർത്തുകൊണ്ടിരുന്നത്. വളരെ ബൃഹത്തായ അഗാധമായ ഒരു വിഷയമാണ് പറയുന്നത് എന്നെനിക്കറിയാം. അത് ഒരു സംഗ്രഹം എന്നുള്ള നിലയ്ക്ക് നാം ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അവധാനപൂർവമായ പഠനത്തിന് വിഷയമാകേണ്ടതാണ്. പക്ഷേ അത്രത്തോളം വ്യാപകമായി കടന്നു പോകുവാൻ ആഗ്രഹിക്കാതെ ചുരുക്കം ചില മണിക്കൂറുകൾക്കുള്ളിൽ ഈ വിഷയത്തെ ഒന്ന് വിലയിരുത്തുവാൻ എന്നുള്ളതിനേക്കാൾ ഒന്ന് ധ്യാനിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നാം ഒടുവിലായിട്ട് പറഞ്ഞു നിർത്തിയത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയെ സംബന്ധിച്ചാണ്. 3 തലങ്ങളിൽ നിന്നുകൊണ്ട് നാം ആ കാഴ്ച കാണുകയായിരുന്നു. ഒന്ന്, സ്വർഗം അവനെക്കുറിച്ച് പറഞ്ഞു. ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ച് സ്വർഗം പറഞ്ഞത് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ്. നിത്യനരകത്തിൻ്റെ ദൂതൻ അവനെക്കുറിച്ച് പറഞ്ഞത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നാണ്. ഭൂമിയിലുള്ള ആളുകൾ വ്യത്യസ്ത തലത്തിലാണ് അവനെ സമീപിച്ചത്. കൂലങ്കഷമായിട്ട് അവനെ മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. അവനോടുകൂടെ സഞ്ചരിച്ച് അവൻ്റെ ഹൃദയ സ്പന്ദനങ്ങൾ അറിഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. അവനെ വിസ്തരിക്കുവാൻ ആഗ്രഹിച്ച ആളുകൾ, ന്യായാധിപന്മാർ ഉണ്ടായിരുന്നു. കുറ്റം കണ്ടെത്തുവാൻ ശ്രമിച്ച ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും ഒരുപോലെ അവനെക്കുറിച്ച് പറഞ്ഞത് അവൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രൻ എന്നുള്ളതാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും അനിർവചനീയമായ ഒരു തെളിവായിട്ട് നാം കഴിഞ്ഞ ആഴ്ച ഓർക്കുകയുണ്ടായി. പാപരഹിതനായി ലോകത്തിലേക്ക് വന്നവനാണ് കർത്താവ്. ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള, ആദാമ്യ സന്തതിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും പാപികളായി ജനിക്കുന്നതിൻ്റെ കാരണം നാം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. എന്നാൽ ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട്, ഒരു മാനുഷിക പിതാവ് അവനില്ല എന്നുള്ളതുകൊണ്ട് അവൻ്റെ ജനനം അതിപരിശുദ്ധമായിരുന്നു എന്നുള്ള കാര്യം നാം ഓർക്കുകയുണ്ടായി. ഇന്നും എന്നും നാം സമ്മതിക്കേണ്ടുന്നതും പൂർണ്ണമായ ഹൃദയത്തോടുകൂടെ വിളിച്ചു പറയേണ്ടുന്നതുമായ ഒരു കാര്യം, യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ അതിപ്രധാനമായിട്ട് നാം ഓർക്കുകയുണ്ടായി. അത് മനസ്സിൽ നിന്ന് പോകാൻ പാടില്ലാത്തതാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ അവന് പിതാവുണ്ട്. സ്വർഗത്തിലെ ദൈവം അവൻ്റെ പിതാവാണ്. എന്നാൽ ദൈവത്വത്തിൽ അവന് മാതാവില്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ അവന് മാതാവുണ്ട്, എന്നാൽ അവന് പിതാവില്ല. യോസേപ്പ് അവൻ്റെ പിതാവല്ല. അതുകൊണ്ട് തന്നെ മറിയ എന്ന സ്ത്രീ, മറിയ എന്ന യേശുവിൻ്റെ അമ്മ ദൈവമാതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ഏറ്റവും അപകടകരമായ ദുരുപദേശമാണ്, വഞ്ചനാപരമായ കാര്യമാണ് എന്നുള്ള കാര്യം നാം ഓർക്കുകയുണ്ടായി. അത് നമുക്കറിയാം. എങ്കിലും ഞാനത് വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയപ്പോൾ ഞാനതിൻ്റെ സമാപനത്തിൽ പറഞ്ഞ 1-2 വാക്കുകൾ ഇതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ 2 പ്രകൃതികൾ, 2 സ്വഭാവം നാം കാണുന്നുണ്ട്. ഒന്ന്, അവൻ 100% ദൈവമാണ്. മറുവശത്ത് അവൻ 100% മനുഷ്യനുമാണ്. പക്ഷേ ഈ 2 പ്രകൃതികൾ, 2 സ്വഭാവം അവനിലുണ്ടെങ്കിലും ഒരു ആളത്വം മാത്രമേ അവനിൽ കാണുന്നുള്ളൂ. ഏക വ്യക്തിയാണ്, ഏക ആളത്വമാണ്. ആ ആളത്വത്തിൽ ഈ 2 പ്രകൃതികളും ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ക്ലാസ് ഉപസംഹരിക്കുവാൻ ഇടയായത്. ഇവിടെ നാം കുറിക്കൊള്ളേണ്ട 1-2 വാക്കുകൾ ഞാൻ പറയാം. എനിക്കറിയാം ഇത് വളരെ പ്രധാനപ്പെട്ടതും വളരെ ആശയ ഗാംഭീര്യമുള്ളതുമായ ഒരു ഭാഗമാണ്. എന്നാൽ അധികം ഇത് അങ്ങനെ വിശദമാക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് 2-3 വാചകങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അങ്ങോട്ട് വിടുകയാണ്. യേശുക്രിസ്തു മനുഷ്യനായിട്ട് വന്നപ്പോൾ അവൻ്റെ ഒരു പ്രകൃതി മറ്റതിലേക്ക് ലയിച്ചു ചേരുകയല്ലായിരുന്നു. അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ദൈവപ്രകൃതിയുണ്ട്, മനുഷ്യപ്രകൃതിയുണ്ട്. എന്നാൽ അത് ഒന്ന് മറ്റൊന്നിലേക്ക് ലയിച്ച് ഒന്നായി തീർന്നതല്ല. അതുപോലെ തന്നെ
രണ്ട് സ്വഭാവവും, ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ലയിച്ചു ചേർന്നിട്ട് മൂന്നാമത് വേറൊരു സ്വഭാവം, ഒരു സമ്മിശ്ര ഭാവം അവന് കൈവന്നില്ല. ദൈവപ്രകൃതി തന്നെയാണ്, മനുഷ്യപ്രകൃതി അങ്ങനെ തന്നെയാണ്. ഇത് രണ്ടും കൂടെ സങ്കലിച്ചിട്ട് ഒരു സമ്മിശ്രമായ ഒരു ഉത്തരം, ഒരു മറുഭാഗം അതിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഒരു മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. കന്യകാ ജനനം എന്ന് പറയുന്നത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധിയുടെ ഒരു ചിത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷേ അവൻ മനുഷ്യത്വം സ്വീകരിപ്പാൻ ഇടയായിത്തീർന്നു. എന്നാൽ ആ മനുഷ്യത്വം സ്വീകരിച്ചതുകൊണ്ട് അവൻ്റെ ദൈവപ്രകൃതിക്ക് യാതൊരു വ്യത്യാസവും വരുവാൻ ഇടയായില്ല. ദൈവപ്രകൃതി മാറിയില്ല, ദൈവപ്രകൃതിക്ക് ഉലച്ചിലുണ്ടായില്ല, ദൈവപ്രകൃതി അയഞ്ഞില്ല. അതിന് മാറ്റമില്ലാതെ തന്നെ അവിടേക്ക് മനുഷ്യത്വം കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ദൈവ സ്വഭാവം മനുഷ്യ സ്വഭാവമായിട്ട് മാറിയില്ല. അതുപോലെ തന്നെ മനുഷ്യ സ്വഭാവം ദൈവ സ്വഭാവമായിട്ട് മാറിയില്ല. ഇത് രണ്ടും ഇടകലർന്ന് മൂന്നാമതൊരു സ്വഭാവവും ഉണ്ടായില്ല. ഞാൻ ആ വാചകം അങ്ങനെ തന്നെ പറയുന്നതേ ഉള്ളൂ, വിശദീകരിക്കാൻ ഞാൻ തുനിയുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ദൈവ സ്വഭാവം മനുഷ്യത്വമായിട്ട് മാറിയില്ല, മനുഷ്യ സ്വഭാവം ദൈവ സ്വഭാവമായിട്ട് മാറിയില്ല. ഇത് രണ്ടും ചേർന്ന് മൂന്നാമത് ഒരു സ്വഭാവം ഉണ്ടായില്ല. അത് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈവം ദൈവമായും മനുഷ്യൻ മനുഷ്യനായും ഒരു വ്യക്തിത്വത്തിൽ, ഒരു ആളത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരുമിച്ച് ചേരൽ, അതായത് ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ഇനി ഒരു കാലത്തും വേർപിരിക്കുവാൻ സാധ്യമല്ല. അതായത് ഇനി അത് മാറ്റിവെച്ചു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ മനുഷ്യപ്രകൃതി ഉണ്ടായി, തിരിച്ചു പോയപ്പോൾ അവൻ ദൈവമായിട്ട് മടങ്ങിപ്പോയി. മനുഷ്യത്വം പോയില്ല എന്ന് പറയാൻ സാധ്യമല്ല. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യം, അവൻ മരണമനുഭവിച്ച് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആദ്യമായി ഒരു മനുഷ്യപ്രകൃതി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി. അത് അവിഭാജ്യമാണ്, അവിഛിന്നമാണ്. ഇനി ഒരിക്കലും അത് വേർതിരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദൈവത്വം, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് രണ്ടാക്കി നമുക്ക് ഇനി കാണാൻ കഴിയുകയില്ല. അത് ഒന്നിച്ചു നിൽക്കുന്നു, ഒന്നായി ചേർന്നിരിക്കുന്നു, എന്നേക്കുമായി യോജിച്ചിരിക്കുന്നു എന്ന വസ്തുത നാം വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തിൽ നിന്ന് കാണുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് മൊത്തത്തിൽ ദൈവം ഒരിക്കലും പൂജക ബഹുവചനം ഉപയോഗിക്കുന്നില്ല. അതായത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അതുപോലെ പഴയ നിയമത്തിൽ നാം എന്ന് നാം നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക, നാം ഇറങ്ങിച്ചെല്ലുക എന്ന് ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മിതിയിൽ പറഞ്ഞു. അവിടെയൊക്കെ നാം കാണുന്ന കാഴ്ച ദൈവതൃത്വത്തിലെ 3 ആളത്വങ്ങളെ ആസ്പദമാക്കിയാണ് നാം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് ചില ആളുകൾ ബഹുമാന സൂചകമായിട്ട് നാം കൽപ്പിക്കുന്നു എന്ന് പറയുന്ന പോലല്ല. പൂജക ബഹുവചനം ദൈവം ഉപയോഗിക്കുന്നില്ല. അവൻ എപ്പോഴും പറയുന്നത് ഞാൻ എന്നാണ്. നമുക്കറിയാം, മോശയോട് ദൈവം പറഞ്ഞു, മോശ ചോദിച്ചു, ഞാൻ ഫറവോൻ്റെ അടുക്കലേക്ക് പോകാം. അല്ല, അവിടെ ചെല്ലുമ്പോൾ അവൻ ചോദിക്കും, ആരാ നിന്നെ ഇങ്ങോട്ട് വിട്ടത്, ഞാൻ എന്ത് പേരാ പറയേണ്ടത്, അയച്ച ആളുടെ പേരെന്താ? ദൈവം പറഞ്ഞോളൂ, ഒറ്റ കാര്യം, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. അത് പറഞ്ഞാൽ പിന്നെ ഫറവോനൊരു ചോദ്യം, ഐ ആം ദാറ്റ് ഐ ആം. അത് ഫറവോന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ, ഒന്നിലധികം വാക്യങ്ങൾ അത് പറയുന്നുണ്ട്. ആ ഭാഗത്ത് തന്നെ ഞാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ ദൈവമാണ്, മനുഷ്യനാണ്, രണ്ടും ചേർത്ത് നാം എന്ന് പറയുകയല്ല, രണ്ടും ചേർന്ന് ഒന്ന് എന്ന അർത്ഥത്തിൽ ഞാൻ എന്ന് കർത്താവ് പറയുവാനിടയായി. അതിനർത്ഥം ഇതാണ്, ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും പിരിപ്പാൻ കഴിയാതെ വണ്ണം അവനിൽ സമ്മേളിച്ചിരിക്കുന്നു. അവൻ അതുകൊണ്ട് നാം എന്ന് പറയാതെ ദൈവമായ കർത്താവ്, മനുഷ്യനായ കർത്താവ് ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന വാക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നുകൂടെ ഞാൻ ഈ ബന്ധത്തിൽ ഒന്ന് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ തന്നെ ഈ 2 സ്വഭാവവും അവനിൽ വളരെ വ്യക്തമായിട്ട് പ്രകടമായിരുന്നു. ഒരുപാട് രംഗങ്ങളുണ്ട്. ഞാനിതിൻ്റെ സൂചനയായിട്ട് 2-3 വാക്കുകളൊന്ന് പറയാം, വിശദീകരിക്കുന്നില്ല. വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. 2 സ്വഭാവങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില രംഗങ്ങൾ.
ഒരുപാടുണ്ട്, അതിൽ 2-3 മാത്രം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ശമരിയ സ്ത്രീയുമായി നമ്മുടെ കർത്താവ് സംസാരിക്കുന്ന രംഗമാണ്. സുഖാർ എന്ന കിണറിൻ്റെ കരയിൽ വെച്ച് അവളുമായിട്ട് സംസാരിക്കുന്നു. അവിടെ അവൻ ആ സ്ത്രീയോട് ചോദിക്കുന്നത്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണം എന്നാണ്. നമ്മുടെ കർത്താവ് ദാഹം ഉള്ളവനായിരുന്നു. കാൽവറിയിലെ ക്രൂശിൽ അവൻ മരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള വാക്ക്. അത് വാസ്തവത്തിൽ നമ്മെ അമ്പരപ്പിക്കുന്ന ഒരു വാക്കാണ്. എനിക്ക് ദാഹിക്കുന്നു. ലോകത്തിലെ ജലാശയങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയ കർത്താവാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. 2 നിലയ്ക്കാണ് അവർ ദാഹശമനം വരുത്താനായിട്ട് ശ്രമിക്കുന്നത്. അതിലൊന്ന് ഒരു കുടിലമായ തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. അവൻ നാം വായിക്കുന്നുണ്ട്, അവൻ ചൊറുക്ക അത് കുടിച്ചു, പക്ഷേ ദാഹം വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ കയ്പ് കലക്കിയ വീഞ്ഞ്, കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കൊടുത്തിട്ട് അവൻ കുടിച്ചില്ല. അത് കുടിക്കാത്തതിൻ്റെ കാരണം അത് ബോധക്ഷയമുണ്ടാക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം സുബോധത്തോടു കൂടെയാണ്. അതുകൊണ്ട് അവന് ഒരിക്കലും അബോധാവസ്ഥയിലേക്ക് വരുന്ന ആ പാനീയം അവൻ കഴിച്ചില്ല. മരണത്തിൻ്റെ തീവ്രത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവൻ മരിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവൻ കുടിച്ചില്ല. പക്ഷേ അവൻ്റെ നിലവിളിയുടെ സ്വരം ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് ഉയർന്നു കേട്ടു, എനിക്ക് ദാഹിക്കുന്നു. ആ വാക്കിനെക്കുറിച്ച് ലോകപ്രസിദ്ധ സുവിശേഷ പ്രസംഗനായ സ്പർജൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, ആ നിലവിളി പോലെ ദാഹാർത്ഥനായ ഒരാളുടെ നിലവിളി ലോകം ഇതപര്യന്തം കേട്ടിട്ടില്ല, എനിക്ക് ദാഹിക്കുന്നു എന്ന്. സ്പർജൻ പറഞ്ഞ ഒരു വാചകം ഇതാണ്. യേശു കർത്താവ് നിരന്തരം യാത്ര ചെയ്യാൻ ചെന്ന ഒരു സ്ഥലമാണ് ഗലീല കടൽ, തിബരിയാസ് എന്ന് പറയുന്ന ആ കടൽ. നാഥൻ നിലവിളിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ആ ശുദ്ധജല തടാകം ആ നിലവിളി കേട്ടെങ്കിൽ, സ്പർജൻ്റെ വാക്കുകൾ ഇതാണ്, ആ കടൽ അതിൻ്റെ തിരകളെ ഉയർത്തി അവൻ്റെ വായോടടുപ്പിച്ച് ദാഹശമനം വരുത്താൻ ശ്രമിക്കുമായിരുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, യോർദാൻ നദി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജീവിതവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു നദിയാണ്. ആ നദി എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള അവൻ്റെ നിലവിളി കേട്ടെങ്കിൽ, ദേവദാസൻ പറഞ്ഞത്, അത് നേരെ തിരിഞ്ഞ് കാൽവറിയിലേക്ക് ഒഴുകിച്ചെല്ലുമായിരുന്നു എന്നാണ്. കാരണം അവന് ദാഹശമനം വരുത്താൻ ആ ജലാശയങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ സ്പർജൻ പിന്നെ പറഞ്ഞ വാചകം ഇതാണ്, ഇല്ല, ഗലീല കടലോ യോർദാൻ നദിയോ മാത്രമല്ല, ലോകത്തിലെ സകല മഹാസമുദ്രങ്ങളും ദൈവപുത്രൻ്റെ ആ മരണരംഗത്ത് അവൻ്റെ വായിലേക്ക് ചെന്നാലും ദാഹശമനം വരുത്തുവാൻ സാധ്യമല്ല. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, നിത്യനരകത്തിൻ്റെ തീജ്വാലകളെ കെടുത്തുവാൻ ലോകത്തിലെ ജലാശയങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ പാതാള വേദനകൾ അനുഭവിക്കുന്നവൻ്റെ ദാഹത്തിന് പരിഹാരം വരുത്തുവാൻ സാധ്യതയുള്ളൂ. അത് അസാധ്യമാണ്. അപ്പോൾ ആ വാക്ക്, അവൻ കിടക്കുന്ന ആ തീജ്വാലയുടെ ഗൗരവം നമ്മെ ഓർപ്പിക്കുന്നതാണ്. ഞാൻ ചിലപ്പോൾ പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലൊരു വാക്ക് ഓർക്കാറുണ്ട്, പാപത്തിൻ്റെ മേലുള്ള ന്യായവിധി ഈ പ്രപഞ്ചത്തിന് താങ്ങാൻ സാധ്യമല്ല. അവിടെ വായിക്കുന്നത്, അങ്ങനെ ഒരു രംഗമുണ്ടായാൽ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്നാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉരുകിപ്പോകും, താങ്ങാൻ കഴിയുകയില്ല, അത് പൂർണ്ണമായിട്ടും ശൂന്യമാക്കപ്പെടും. പാപത്തിൻ്റെ മേലുള്ള ന്യായവിധി അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ മനുഷ്യവർഗത്തിൻ്റെ എന്നേക്കുമുള്ള ന്യായവിധി, അവസാനിക്കാത്ത യുഗങ്ങൾ ഉള്ള ന്യായവിധി മുഴുവനും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ചുരുങ്ങിയ മണിക്കൂറുകളിൽ സംക്രമിപ്പിച്ചാൽ എങ്ങനെയാണ് അവൻ തകരാതെ വരിക? അതൊരു വലിയ ചോദ്യമാണ്. കാരണം പാപി നരകത്തിൽ ന്യായവിധി അനുഭവിച്ച് തീരുന്നില്ല. ഇപ്പോൾ 1000 യുഗങ്ങൾ കഴിഞ്ഞാൽ, കോടിക്കണക്കിന് യുഗങ്ങൾ കഴിഞ്ഞാലും നരകശിക്ഷ തുടരുകയാണ്. രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തു അനുഭവിച്ചത് ന്യായവിധി മുഴുവനും അനുഭവിക്കുകയായിരുന്നു. അതായത് എന്നേക്കുമുള്ള അന്തമില്ലാത്ത യുഗങ്ങളിലെ ന്യായവിധി, എല്ലാവരുടെയും ന്യായവിധി ആ നിഷ്കളങ്ക ശരീരത്തിന്മേൽ ആ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ അവൻ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള തീജ്വാലകളുടെ നടുവിലാണ് അവൻ നിലവിളിക്കുന്നത്, എനിക്ക് ദാഹിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യപ്രകൃതിയുടെ സർവ്വസാധാരണമായ ഒരാവശ്യവും
നിത്യനരകത്തിൽ പാപി ഏറ്റവും കൊതിക്കുന്നതുമാണ് ഒരു അല്പം വെള്ളം. നമുക്കറിയാം, കർത്താവ് പറഞ്ഞ ധനവാന്റെ ലാസറിൻ്റെയും ചരിത്ര സംഭവത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി ഒന്ന് നാവിനെ തണുപ്പിക്കാൻ, അതിനുള്ള വിട അത് പ്രയോജനരഹിതമാണെന്ന് നമുക്കറിയാം. ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ആഗ്രഹിക്കാം. ക്രിസ്തു മനുഷ്യനായിരുന്നപ്പോൾ വെള്ളം ആഗ്രഹിച്ചു. ക്രൂശിലെ മരണവേളയിൽ പാതാളത്തിൻ്റെ ജ്വലനത്തിങ്കിൽ അവൻ ദാഹിക്കുവാൻ ഇടയായിത്തീർന്നു. അവൻ ഒരു മനുഷ്യനായി നമ്മുടെ മുൻപാകെ വെളിപ്പെടുകയാണ്. അപ്പോൾ തന്നെ മറുവശത്ത് നാം കർത്താവിനെ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പരസ്യപ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് നാം വായിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നത്, കാനാവിൽ കല്യാണം ഉണ്ടായപ്പോൾ അവനവിടെ ചെയ്തത് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി എന്നാണ്. അവന് സാധിക്കും, ജലാശയങ്ങളെ ഉളവാക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അവന് ആ വസ്തുവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിന്മേൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. വെള്ളവും വീഞ്ഞും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രാസഘടനയിലും മറ്റനേക കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ കർത്താവിന് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാനായിട്ട് പ്രയാസമില്ല. അവൻ അവരുടെ ദാഹത്തിന് പരിഹാരം കൊടുക്കുന്നവനായ കർത്താവാണ്. ജീവൻ്റെ ഉറവയാണ്. നാം അത് വായിക്കുന്നുണ്ട്. പക്ഷേ അവൻ ദാഹിക്കുന്നവനായും നാം അവനെ കാണുകയാണ്. ഒരു വശത്ത് ദാഹം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, മറുവശത്ത് ദാഹശമനം വരുത്തുന്ന അതിനാഥനായ ദൈവമായിട്ട് അവൻ അവിടെ വെളിപ്പെടുന്നു. രണ്ടാമത്, നമ്മുടെ കർത്താവിൻ്റെ പരസ്യവേല തുടങ്ങുമ്പോൾ പിശാച് അവനെ പരീക്ഷിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. ആ സമയത്ത് മത്തായി സുവിശേഷം 4:2 അവിടെ വായിക്കുന്നത്, പരീക്ഷ തികയുന്ന സമയത്ത് അവന് വിശന്നു എന്നാണ്. നമ്മുടെ കർത്താവിന് വിശന്നു. അതുപോലെ കർത്താവ് ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ അവന് വിശന്നിട്ട് അത്തിയിൽ അവൻ ഫലം തിരഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. അവനൊരു സാധാരണ മനുഷ്യപ്രകൃതിയുള്ളവനായിരുന്നു. അവൻ വിശപ്പുള്ളവനായ കർത്താവാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, അവരുടെ ആവശ്യത്തിന് അവൻ ആഹാരം നൽകി. 7 അപ്പം കൊണ്ട് അവൻ 4000 പേരെ പോഷിപ്പിച്ചു. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ മാത്രം പോഷിപ്പിച്ചു. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ വിശക്കുന്നവനാണ്, ഒരു മനുഷ്യനാണ്. മറുവശത്ത് അതിശയകരമായ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന്. ഒരു സമയത്ത് തന്നെ രണ്ടും അവനിൽ ആശ്ചര്യകരമായിട്ട് വെളിപ്പെടുകയാണ്. മൂന്നാമത്, നമ്മുടെ കർത്താവ് പരിക്ഷീണനായി ഉറങ്ങിയ ഒരു കർത്താവാണ്. നാം അത് വായിക്കുന്നുണ്ട്. മർക്കോസ് 4:38. ഒരുപാട് വാക്യങ്ങളുണ്ട്, ഞാൻ ഓരോ വാക്യം ഇടയ്ക്ക് പറയുന്നതേ ഉള്ളൂ, വായിക്കാൻ പോലും സമയം എടുക്കുന്നില്ല. മർക്കോസ് 4:38 വായിക്കുന്നത് നമ്മുടെ കർത്താവ് ഉറങ്ങി എന്നാണ്. പക്ഷേ ആ ഉറങ്ങിയവൻ അടുത്ത നിമിഷം എഴുന്നേറ്റു. മർക്കോസ് 4:39 വായിക്കുന്നത്, എഴുന്നേറ്റിട്ട് അവൻ കടലിനെ ശാന്തമാക്കി കാറ്റിനെ അവൻ നിലയ്ക്ക് നിർത്തുവാൻ ഇടയായി. വേണമെങ്കിൽ പറയാം, എന്താ കിടക്കുന്നു, ഒരു മനുഷ്യൻ കിടക്കുന്നു, ഉറങ്ങുന്നു. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അമ്പരപ്പോടെ പറയും, ഓ, മഹാദൈവം എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയാണ്. രണ്ട് പ്രകൃതിയും അനിതര സാധാരണമായ നിലയിൽ അവിടെ വെളിപ്പെടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യത്തിലൂടെ ചരിത്രപ്രസിദ്ധമായ അധ്യായമാണ്. അതിന് 35-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ആ സഹോദരിമാരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ യഹൂദന്മാർ കരയുന്നു, സഹോദരിമാർ കരയുന്നു. അവൻ മരിച്ചിട്ട്, ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. നമ്മുടെ കർത്താവ് അവിടെ ചെന്നിട്ട് കരയുന്നവരോടുകൂടെ കരവീൻ എന്നുള്ള കൽപ്പന തൻ്റെ ദാസരെ കൊണ്ട് എഴുതിക്കുക മാത്രമല്ല, അവൻ അവിടെ ചെന്ന് അവരോടുകൂടെ കരയുവാൻ ഇടയായി. അവിടെയാണ് വേദപുസ്തകത്തിലേക്കും ചെറിയ വാക്യം എഴുതി വെച്ചത്. യേശു കണ്ണുനീർ വാർത്തു, ജീസസ് വെപ്റ്റ് എന്നുള്ള വാക്ക്. അവൻ കരഞ്ഞു. ഏറ്റവും ദുഃഖിതനായിട്ട് അവൻ കരയുവാൻ ഇടയായി. നമുക്കറിയാമല്ലോ, അത് നിസ്സഹായാവസ്ഥയുടെ ഒരു കരച്ചിലല്ല. അയ്യോ, ലാസർ മരിച്ചു പോയല്ലോ, ഈ പെങ്ങന്മാർ അനാഥമായി തീർന്നല്ലോ എന്നുള്ള നിലയ്ക്കല്ല. അവൻ മനുഷ്യനായതുകൊണ്ട് നാം യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, അവരുടെ കഷ്ടതയിൽ അവനും കഷ്ടപ്പെട്ടു. അതുതന്നെയാണ് അവിടെ നടക്കുന്നത്. ആ സഹോദരിമാരും ജനവും കരഞ്ഞപ്പോൾ അവരോടുകൂടെ അവൻ കരഞ്ഞു. പക്ഷെ നാം ആ അധ്യായത്തിൻ്റെ 43-44 വാക്യങ്ങൾ കാണുന്നത്, കല്ലറയ്ക്കലേക്ക് ചെന്നിട്ട് അതിഗംഭീരമായ ശബ്ദത്തോടെ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുവാൻ ഇടയായി. അല്പസമയം മുൻപാണ് അവൻ കരയുവാനിടയായത്. ഒന്നും അറിയാത്തത് കൊണ്ടല്ല അവൻ കരഞ്ഞത്, എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. അവൻ ദൂരസ്ഥലത്ത് നിന്ന് ലാസറിൻ്റെ കല്ലറയ്ക്കലേക്ക് വരുമ്പോൾ തന്നെ പറഞ്ഞു,
എൻ്റെ ദാസനായിരിക്കുന്ന, നമ്മുടെ സ്നേഹിതനായിരിക്കുന്ന എൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി, ഞാൻ പോകുന്നത് അവനെ ഉണർത്തുവാനായിട്ടാണ്, എഴുന്നേൽപ്പിക്കുവാനാണ് നമ്മുടെ കർത്താവ് ചെല്ലുന്നത്. അത് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ കർത്താവിൻ്റെ ദാസൻ VT മത്തായിച്ചാൻ, പ്രിയ VM ജോൺ സഹോദരൻ്റെ പിതാവ്, ഒരു മരണ വീട്ടിൽ പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് പല പ്രസംഗം നടത്തിയിട്ടുണ്ട്, പക്ഷേ ചരമപ്രസംഗം മാത്രം നടത്തിയിട്ടില്ലെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അവൻ ചെന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ചരമപ്രസംഗത്തിൻ്റെ ആവശ്യം അവനുണ്ടായില്ല. എങ്കിലും അവൻ അവിടെ ചെല്ലുമ്പോൾ അവൻ കരഞ്ഞു, അവരോട് താതാത്മ്യപ്പെട്ടു, അവരുടെ ദുഃഖത്തോടെ ഏകീഭവിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ ജഡത്തെ, ശരീരത്തെ അവൻ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി. അതും ആശ്ചര്യകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ കർത്താവിനെ ക്രൂശിൽ തറച്ചാണ് കൊന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ലോകം ഇന്നുവരെ കാഴ്ചവെച്ചിട്ടുള്ള ഏറ്റവും ദാരുണമായ വധരീതിയാണ് ക്രൂശിൽ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ ഒരു പ്രാചീന വർഗമായ ഫിനീഷ്യറാണ് എന്ന് പറയപ്പെടുന്നു. അത് പിന്നെ വന്ന പല തലമുറകൾ ആവർത്തിച്ചു. പ്രത്യേകിച്ച് ഗ്രീസിൻ്റെ പ്രതാപകാലത്തും റോമിൻ്റെ അതിശക്തമായ ഭരണകാലത്തും ഈ വധരീതി വളരെ വ്യാപകമായി ഉപയോഗിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. പ്രത്യേകിച്ച് അടിമകൾക്ക്, പരദേശികൾക്കൊക്കെയാണ് ഈ വധം അവർ നൽകിയിരുന്നത്. റോമൻ പൗരന്മാർക്ക് റോമൻ സാമ്രാജ്യം ഒരിക്കലും ഈ ശിക്ഷ നൽകിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലാത്ത കുറ്റവാളികൾക്കാണ് ക്രൂശീകരണം അവർ നൽകുവാനിടയാകുന്നത്. അതിഭയങ്കരമായ ഒരു സ്ഥിതിയാണ്. ആണികൾ തറച്ച് അവിടെ കിടക്കുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും എളുപ്പമായി നാം ചെയ്യുന്ന ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ക്രൂശിക്കപ്പെടുന്നവന് പ്രയാസമായിരിക്കും. കാരണം ഈ ആണിയിൽ അവൻ വലിഞ്ഞ് കിടക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് കാലുകളിലും ആണി തറച്ചു നിൽക്കുന്നത് കൊണ്ട് ശ്വാസമെടുക്കാൻ പ്രയാസം വരും. നമ്മുടെ ഉദരഭിത്തി, ഡയഫ്രം മേലോട്ട് ചലിപ്പിക്കാൻ കഴിയാതെ വരും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം, ശരീരത്തിലെ ചെറിയ ചെറിയ രക്തധമനികൾ പൊട്ടാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയാണ് ക്രൂശീകരണത്തിൻ്റെ ഏറ്റവും ഭീകരമായ വശം ഇതൾ വിരിഞ്ഞ് വരുവാനിടയാകുന്നത്. നമ്മുടെ കർത്താവിന് ലഭിച്ചത് ഏറ്റവും ദാരുണമായ, മാനുഷികമായിട്ട് പറഞ്ഞ ഏറ്റവും ദാരുണമായ വധമാധ്യമമാണ്. അവനെ ക്രൂശിൽ തറച്ച് കൊല്ലുവാനിടയായി. ലൂക്കോസ് 23-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം നാം അങ്ങനെയാണ് വായിക്കുന്നത്. തലയോടിടം എന്ന സ്ഥലം, അത് ഏറ്റവും നീചമായ ഭൂമിയിലെ സ്ഥലമാണ്. ഒരു ശ്മശാന ഭൂമി എന്ന് പറയുന്നത് ലോകത്തിലേക്ക് മോശമായ സ്ഥലമാണ്. ഇനി അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട 2 പേര് ലോകത്തിലേക്കും ദുഷ്പ്രവർത്തിക്കാരാണ്. അവരുടെ മധ്യത്തിലാണ് അവനെ ക്രൂശിച്ചത്. അവന് കിട്ടിയ വധരീതി എന്ന് പറയുന്നത് ലോകത്തിലേക്കും വേദനാകരമായ വധരീതിയാണ്. അവനെ ക്രൂശിൽ തറച്ച് കൊല്ലുവാനിടയായിത്തത്. എന്നാൽ ആ നിസ്സഹായ മനുഷ്യൻ മരിക്കുന്നത് പോലെ അവൻ അവിടെ കിടക്കുമ്പോൾ തന്നെ, നമുക്കറിയാം ക്രൂശിൻ്റെ 2 വശത്തും 2 കള്ളന്മാരുണ്ട്. അതിലൊരുത്തൻ പറഞ്ഞു, നീ നിന്നെ തന്നെ രക്ഷിക്ക്, പിന്നെ ഞങ്ങളെ രക്ഷിക്കുക. അത് പരിഹാസപൂർവമായിട്ട് പറഞ്ഞ വാക്കാണ്. പക്ഷെ ഒരുത്തൻ, ഏത് വശത്താണെന്ന് തിരുവെഴുത്ത് പറയുന്നില്ല, ചിലരൊക്കെ വലത്തുവശം എന്ന് പറയാറുണ്ട്. വലത്തുവശം നല്ലതായതുകൊണ്ട് പറയുന്നതായിരിക്കാം, അത് നാം വായിക്കുന്നില്ല. ഒരാൾ പറഞ്ഞു, നീ എന്നെ ഓർക്കണമേ. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുകയാണ്. കയ്യെത്താവുന്ന അകലത്താ 2 പേര് കിടക്കുന്നത്. ഒരുത്തൻ തള്ളിക്കളഞ്ഞു. മറ്റവൻ ഇതേറ്റു പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലാണ്. മരണമനുഭവിക്കുമ്പോൾ തന്നെ സ്വർഗം വാഗ്ദത്തം ചെയ്യുന്ന ദൈവത്തെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ പിടിച്ച്, ഒരു അധർമ്മിയെ പിടിച്ച് കൊല്ലുന്നത് പോലെ നമ്മുടെ കർത്താവിനെ ക്രൂശിൽ തറച്ച് കൊന്നു. മറുവശത്ത് അവൻ ദൈവമാണ്. അവിടെ കിടക്കുമ്പോൾ തന്നെ അവനൊരു പാപിയെ പർദീസയിലേക്ക് ഉയർത്തുകയാണ്. അവൻ മനുഷ്യനാണ്, അവൻ ദൈവമാണ്. ഇതുപോലെ ഒരുപാട് വാക്യങ്ങൾ, സംഭവങ്ങൾ നമ്മുടെ കർത്താവിൽ കാണുവാൻ കഴിയും. ഞാനതിൻ്റെ ഉദാഹരിക്കേണ്ടതിനുള്ള ചില വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് ഒരേ സമയത്ത് മനുഷ്യനാണ്, മറുവശത്ത് അവൻ ദൈവവുമാണ്. ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ പിന്നെ അവൻ ആരുമല്ല. ഇന്ന് ലോകത്തിലെ പല ആളുകൾ ക്രിസ്തുവിനെ കാണുന്നത് ഒരു നല്ല മനുഷ്യനായിട്ടാണ്. പൊതുവെ പറയാറുണ്ട്, അയ്യോ എന്തൊരു നല്ല ആളായിരുന്നു, പാവങ്ങളെ സഹായിച്ച ഒരു മനുഷ്യൻ, അവരോടുകൂടെ സഞ്ചരിച്ചവനാണ്. ചിലർ പറയാറുണ്ട്, പല പ്രത്യയശാസ്ത്രങ്ങളും വരുന്നത് അവനിൽ നിന്നാണ്, അവൻ ധനവാന്മാർക്ക് എതിരായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ
യേശുക്രിസ്തുവിനെ കുറിച്ച് അവനൊരു വിപ്ലവകാരിയാണെന്ന് പറഞ്ഞതുകൊണ്ടോ, അവൻ മതസ്ഥാപകനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ, അവനെപ്പോലെ ഒരു ഗുരു വേറെയില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ, അവനെപ്പോലെ ഒരു ത്യാഗം വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ടോ ലോകത്തിന് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. യേശുക്രിസ്തു ദൈവം എന്നുള്ള നിസ്തുലമായ അടിസ്ഥാനത്തെ മാറ്റിക്കളഞ്ഞാൽ യേശുക്രിസ്തു ആരുമല്ല എന്ന് പറയേണ്ടി വരും. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ആ വസ്തുതയാണ് ദൈവത്തിൻ്റെ വചനം ഏറ്റവും മനോഹരമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അവൻ സാക്ഷാൽ ദൈവമാണ് എന്ന് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നത്. മനുഷ്യനായി കാണപ്പെട്ടുവെങ്കിലും അവൻ ദൈവമാണ്. ആ ദൈവത്വത്തെ നിഷേധിക്കുന്നത് ഏറ്റവും ഭയങ്കരമായ ദുരുപദേശമാണ്, വഞ്ചനാപരമായ പഠിപ്പിക്കലാണ്, കൾട്ടാണ് എന്നുള്ള കാര്യം നാം വളരെ വ്യക്തമായിട്ട് അറിയണം. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ഇനി ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ നാം കാണുമ്പോൾ യഹോവ എന്നും ദൈവം എന്നും ഒക്കെ പല വാക്കുകളിൽ അവനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി തുടങ്ങുമ്പോൾ തന്നെ ദൈവം എന്ന് പറഞ്ഞ് എലോഹീം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ത്രിയേക ദൈവം എന്നുള്ള ആശയം അതിൽ സംക്ഷേപിച്ചുകൊണ്ടാണ് പ്രസ്താവന തുടങ്ങുന്നത് തന്നെ. എന്നാൽ അവിടെ പഴയ നിയമത്തിൽ വെളിപ്പെട്ട ആ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടവനായ യേശുക്രിസ്തു എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത് നൂറുകണക്കിന് വാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ്. ഞാനൊരു 4-5 വാക്യങ്ങൾ മാത്രം ഒന്ന് എടുത്ത് പറയുവാൻ വിചാരിക്കുകയാണ്. ആ വാക്യങ്ങൾ ഞാൻ ചിലത് വായിക്കുകയും കൂടെ ചെയ്യാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, യെശയ്യാവ് 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ എന്നാണ്. യെശയ്യാവ് 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവിടെ ആ വാക്യത്തിൽ 2 പ്രയോഗങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ളത്. ഒന്ന്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. അടുത്ത വാചകത്തിൽ നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. യഹോവ എന്നും ദൈവം എന്നും യെശയ്യാവ് 40:3 അവനെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ ആ വാക്യം നിവർത്തിക്കപ്പെടേണ്ട പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 76-77 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 76-77 ഈ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് സഖരിയാവ്, അതായത് യോഹന്നാൻ സ്നാപകൻ്റെ പിതാവായ സഖരിയ പുരോഹിതൻ തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണത്. അവിടെ എഴുതിയിരിക്കുന്നത്, നീയോ പൈതലെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും എന്ന് പറഞ്ഞിട്ട് ആ വാക്യം അവസാനിപ്പിക്കുമ്പോൾ നീ അവന് മുമ്പായി നടക്കുമെന്നാണ്. അപ്പോൾ യഹോവയ്ക്ക്, നമ്മുടെ ദൈവത്തിന് എന്ന പഴയ നിയമത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞോ അതേ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ്റെ പിന്നാലെ വരുന്ന യേശുക്രിസ്തു എന്ന കാര്യം പുതിയ നിയമത്തിൽ ഏറ്റവും വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആ യഹോവ, അവിടുത്തെ ദൈവം, അവനാണ് പുതിയ നിയമത്തിലെ കർത്താവ് എന്നുള്ള കാര്യം എത്രയും മനോഹരമാണ്. ഞാൻ അപ്പുറമായിട്ട് ആ വാക്കുകൾ വിശദീകരിക്കുന്നില്ല. 102-ാം സങ്കീർത്തനത്തിലേക്ക് നാം തിരിയുമ്പോൾ അതിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അത് മുഴുവൻ ഞാൻ വായിക്കുകയല്ല, എങ്കിലും അവിടെ എഴുതിയിരിക്കുന്നത്, എൻ്റെ ദൈവമേ, ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ് 25-ാം വാക്യത്തിൽ, പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും, നീയോ അനന്യയാകുന്നു, എൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറഞ്ഞ് ആ വാക്ക് തുടരുകയാണ്. ദൈവം, സൃഷ്ടികർത്താവായ ദൈവത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്, എല്ലാം നീയാണ് ഉണ്ടാക്കിയത്. അവിടെ വായിക്കുന്നത്, നീ അടിസ്ഥാനമിട്ടു, നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ് ഈ ഭൂമിയും ആകാശവും, അവ നശിക്കും, അതായത് എന്നേക്കും നിലനിൽക്കുകയില്ല. എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ നിർമ്മിതമായതെല്ലാം ഇളക്കമുള്ളതാണ്, അതെല്ലാം മാറ്റപ്പെടും. പക്ഷേ ഇത് മാറ്റപ്പെടുമ്പോഴും സൃഷ്ടാവിനെ സംബന്ധിച്ച് പറയുകയാണ് 27-ാം വാക്യത്തിൽ,
നീയോ അനന്യനാകുന്നു. ഈ കാണുന്നതെല്ലാം മാറ്റപ്പെടുന്ന സമയത്ത് ഇവിടെ നിർമ്മിതമായ സൃഷ്ടി എല്ലാം മാറ്റപ്പെടുവാൻ പോവുകയാണ്. നീലാകാശം അവിടെ നിന്ന് മാറ്റപ്പെടും, നാം നിൽക്കുന്ന ഭൂമി ഇവിടെ നിന്ന് മാറ്റപ്പെടും, ഈ കാണുന്ന ദൃശ്യമായ സകല ഗോളങ്ങളും മാറ്റപ്പെടുവാൻ, ആകാശം കരിമ്പടം പോലെ ചുറ്റുമ്പോൾ ഇതെല്ലാം മാറ്റപ്പെടുവാൻ ഇടയാകും. എന്നാൽ അതിന് നടുവിൽ ഇതെങ്ങനെയാണ്, അത് സ്വാഭാവികമായിട്ട് നശിക്കുമെന്നല്ല നാം വായിക്കുന്നത്. അവ നശിക്കും എന്ന് 26-ാം വാക്യത്തിൽ വായിച്ചാൽ ഒരു ദിവസമെല്ലാം നശിക്കും എന്ന് തോന്നിപ്പോകും. പക്ഷേ അടുത്ത വാചകത്തിൽ പറയുകയാണ്, അവയെ നീ മാറ്റും. അവൻ നശിപ്പിക്കുന്നവനാണ്. സൃഷ്ടികർത്താവിന് മാത്രമേ ഈ സൃഷ്ടപ്രപഞ്ചത്തെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇവ നശിക്കുന്നത് നീ അതിനെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ നശിപ്പിക്കുമ്പോൾ തന്നെ അവനെക്കുറിച്ച് പറയുകയാണ്, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. അപ്പോൾ ഇതെല്ലാം മാറുമ്പോൾ മാറാതെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവമേ എന്ന് അവനെക്കുറിച്ച് അവിടെ സങ്കീർത്തനക്കാരൻ പറയുവാനിടയായി. പുതിയ നിയമത്തിലേക്ക് വരിക. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഈ വാക്ക് പുതിയ നിയമത്തിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ്. അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവാണ് സൃഷ്ടികർത്താവായ ദൈവം എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ലളിതമായ കാര്യമാണ്. അതായത് 102-ാം സങ്കീർത്തനത്തിൽ സൃഷ്ടികർത്താവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ആ വാക്യം എടുത്ത് പുതിയ നിയമത്തിൽ ഉദ്ധരിക്കുമ്പോൾ ആ സൃഷ്ടികർത്താവായ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. 8-ാം വാക്യത്തിൽ സംശയിക്കേണ്ട ദൈവത്തെയല്ല, അതായത് പിതാവായ ദൈവത്തെയല്ല അവിടെ പറയുന്നത്, പുത്രനോടോ പുത്രനായ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെട്ട ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ ദൈവമാണ് യേശുക്രിസ്തു എന്ന് എബ്രായ ലേഖനകാരൻ പറയുകയാണ്. അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവമാണ്. എത്ര മനോഹരമായിട്ടാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. 45-ാം സങ്കീർത്തനം സാധാരണ വിവാഹ വേദികളിലൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണത്. കോരഹൂത്രന്മാരുടെ ധ്യാനം, ഒരു പ്രേമ ഗീതം എന്നാണ് തലക്കെട്ടിൽ നാം വായിക്കുന്നത്. അത് വളരെ ഹൃദ്യത നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. 45-ാം സങ്കീർത്തനത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. പുതിയ നിയമത്തിലേക്ക് വരിക. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിച്ച വാക്യങ്ങളുടെ തൊട്ടു മുകളിൽ 8-ഉം 9-ഉം വാക്യങ്ങൾ, എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ പറയുന്നത്, പുത്രനോടാണ് ഈ വാക്ക് പറയുന്നത്. ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അപ്പം അവിടെ പഴയ നിയമത്തിൽ സങ്കീർത്തനം 45-ൽ ആരെക്കുറിച്ചാണോ ദൈവമേ നിൻ്റെ സിംഹാസനം എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞത്, ആ വ്യക്തി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. പുത്രനോട് പറയുകയാണ്, നിൻ്റെ സിംഹാസനം ദൈവമേ എന്നേക്കുമുള്ളതാണ്. ഞാൻ ഈ വാക്യം പിന്നാലെ പരാമർശിക്കേണ്ടതാണ്, എങ്കിലും ഇത് വായിച്ചുകൊണ്ടൊരു വാക്ക് പറയുകയാണ്. ഇതാരാ പറയുന്നത്? സ്വർഗത്തിലെ ദൈവം തൻ്റെ മകനെ വിളിക്കുകയാണ് ദൈവമേ എന്ന്. മനുഷ്യരാരും പറയുന്ന വാക്കല്ല. സ്വർഗീയ പിതാവ് തൻ്റെ മകനെ വിളിക്കുകയാണ് ദൈവമേ. 8-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഒരു താരതമ്യമാണ്. ശരിക്കും പറഞ്ഞാൽ പുത്രനോടോ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടാണ് ഈ വാക്യം തുടങ്ങുന്നത്. 7-ാം വാക്യത്തിലെ വിഷയം ദൂതന്മാരെ കുറിച്ചാണ്. ദൂതന്മാർ ആരാധ്യരല്ല, ദൂതന്മാർക്ക് സിംഹാസനസ്ഥരായിരിക്കാൻ കഴിയുകയില്ല, അവർ ഭരിക്കുന്നവരല്ല. എന്നാൽ അങ്ങനെ ചെയ്യുന്ന ഒരു പുത്രനുണ്ട്. അതാണ് 8-ാം വാക്യം പറയുന്നത്. ആ പുത്രനോട് പറയുകയാണ്, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹത്വത്തെ, അവൻ്റെ ദൈവത്വത്തെ ആ വാക്യവും പ്രസ്പഷ്ടമാക്കുകയാണ്. 4-മത്, ഞാൻ ചില വാക്യങ്ങൾ പറയുന്നത് ഈ ആശയത്തെ വചനത്തിൽ കൂടെ തന്നെ തെളിയിപ്പാൻ നമുക്ക് പ്രയാസമില്ല എന്നുള്ളത് കൊണ്ടാണ്. 68-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങളിൽ
68 സങ്കീർത്തനം 17-18. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ രഥങ്ങൾ 1000-1000 കോടി കോടിയും ആകുന്നു. കർത്താവ് അവനിടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, അവൻ്റെ രഥങ്ങൾ കോടിക്കണക്കിനാണ്, കോടി കോടിയാണ്, എണ്ണമറ്റതാണ്. അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് 18 വാക്യത്തിൽ വായിച്ചത്. ഉയരത്തിലേക്ക് അവൻ കയറുന്നു, ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് അവൻ കൊണ്ടുപോവുകയാണ്. ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്ക്. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം കാണുന്നത്, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. യഹോവയായ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ആ വാക്ക് ഇൻവേർട്ടഡ് കോമാസിൽ ഉദ്ധരണിയായിട്ട് കൊടുത്തിട്ട് പറയുകയാണ്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. 9-ാം വാക്യത്തിൽ പറയുകയാണ്, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ. അതാരെക്കുറിച്ചാണെന്ന് പറയേണ്ട ആവശ്യം പോലുമില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവനാണ്. 10-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നു, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനുമാണ്. അവിടെയും ഈ അത്യുന്നത ദൈവം തന്നെയാണ് പുത്രനായി ഇവിടെ വന്നത് എന്ന് വ്യക്തമാക്കപ്പെടുന്നു. ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് അവൻ കയറിപ്പോയി. അവൻ അത്യുന്നതനായ ദൈവം തന്നെയാണ് എന്നത്ര മനോഹരമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ആ വാക്യങ്ങൾ അധികം വിശദീകരിക്കാതെ 1-2 വാക്കുകൊണ്ട് പറഞ്ഞു പോകാം. ഇത് ഒരാവശ്യം വന്നാൽ നിങ്ങൾക്ക് ഉപയുക്തമാകും എന്നുള്ളത് കൊണ്ടാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ യെശയ്യാവ് 8-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് ദൈവാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്, എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രായേൽ രണ്ടിനും അവനൊരു ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും യെരൂശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കണിയും ആയിരിക്കും. പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, അവനൊരു മന്ദിരമായി, വിശുദ്ധ മന്ദിരമായിരിക്കും. പക്ഷെ അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും ആയിരിക്കും എന്നാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം, 1 പത്രോസ് 2-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഈ വാക്ക് എടുത്തു പറയുന്നുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുവരിക്കുന്നു. ആ ഇടർച്ചക്കല്ല് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ. വീട് പണിയുന്നവർ യഹൂദന്മാർ തള്ളിക്കളഞ്ഞ ആ കല്ല്, അത് തന്നെയാണ് മൂലക്കല്ലായി വന്നത്. ആ കല്ല് തന്നെയാണ് ഇടർച്ചക്കല്ലായി മാറുവാൻ പോകുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്കാണ്. ഇനി ഞാൻ 2 വാക്യങ്ങൾ പറഞ്ഞു പോകാം, അത് വായിക്കാതെ തന്നെ. യെശയ്യാവ് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ അവൻ ഉപവിഷ്ടനാണ്. അവന് മുൻപാകെ നിൽക്കുന്ന സറാഫുകൾ പരിശുദ്ധൻ 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 എന്ന് പറയുന്നു. ദൈവതൃത്വത്തിൻ്റെ മുൻപാകെ പറയുന്ന വാക്കുകളാണ്. പിതാവേ നീ പരിശുദ്ധൻ, പുത്രനെ അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധാത്മാവേ അങ്ങ് പരിശുദ്ധൻ എന്ന് പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ആ കാര്യം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അവിടെ അത് വാസ്തവത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്കാണ്. ഞാൻ ആ വാക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 41-ഉം 42-ഉം വാക്യങ്ങളാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടർ ആകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. അതായത് യെശയ്യാവ് കണ്ട തേജസ്,
അത്യുന്നതനായ ദൈവത്തിൻ്റെ തേജസ്സാണ്. ആ തേജസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ തേജസ്സാണ്. ഇതിനേക്കാളൊക്കെ ഈ വാക്ക് തെളിയിക്കാൻ ഞാൻ ശ്രമിക്കേണ്ട ആവശ്യം പോലുമില്ല. അതായത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന സമാരാധ്യനായിരിക്കുന്ന ദൈവം, ഞാൻ അന്ന് പറഞ്ഞതുപോലെ അവൻ്റെ നേരെ നോക്കി ആ സറാഫുകൾക്ക് നീ പരിശുദ്ധനെന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. ഒരുത്തൻ മറ്റവനോട് പറയുകയാണ് അവിടെ ഇരിക്കുന്നവൻ പരിശുദ്ധനാണ്. അവർക്ക് നേരെ നോക്കി പറയാൻ പോലും സാധ്യമല്ലാതെ വണ്ണം വിശുദ്ധിയുടെയും മഹത്വത്തിൻ്റെയും പ്രഭാവത്തിൽ നിൽക്കുന്ന അവൻ്റെ മുൻപാകെ അവർ പറന്നു നിൽക്കുകയാണ്. അവരുടെ പാദങ്ങൾ മറിച്ച്, മുഖം മറച്ച്, തങ്ങളെ തന്നെ മറച്ച്, രണ്ട് ചിറകുകൾ കൊണ്ട് പറന്ന് അവർ നിൽക്കുകയാണ്. അവൻ്റെ വിശുദ്ധിയുടെ ആലയം മുഴുവനും പുക കൊണ്ട് നിറയുന്നു. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ആകെ അമ്പരപ്പിക്കുന്ന ആ കാഴ്ചയുടെ നടുവിൽ നിൽക്കുന്ന അതിസുന്ദരനായ തേജോമയനായ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഭാഗം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നാം ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തുന്നതായി കാണുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. തേജസ്സിന്മേൽ നിൽക്കുന്ന നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട ആ അതിപരിശുദ്ധനായ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി, തേജസ്സുള്ള നാഥനായി അവിടെ വരുന്നു. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചു എന്നാണ് ഇവിടെ നാം വായിച്ചത്. അതുപോലെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ മറ്റൊരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. 44-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, യെശയ്യാവ് 44:6. അവിടെ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. 44:6 അവൻ പറയുകയാണ്, അതിൻ്റെ മധ്യഭാഗത്ത്, സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. അവൻ പറയുകയാണ്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒന്നിലധികം വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 22-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, അവിടെ അവൻ പറയുകയാണ്, ഞാൻ അൽഫയും ഒമേഗയും ആണ്, ഞാൻ ആദിയും അന്തവും ആണ്, ഞാൻ ഒന്നാമനും ഒടുക്കത്തവനും ആണ്. അവിടെ കർത്താവാണത് പറയുന്നത്. ഇവിടെ യഹോവ പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പുത്രൻ പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം തന്നെ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം, പഴയ നിയമത്തിൽ ദൈവം ചൂണ്ടിക്കാണിച്ച അത്യുന്നത ദൈവമാണ് പുതിയ നിയമത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവായി നമ്മുടെ മുൻപാകെ വെളിപ്പെടുവാൻ ഇടയായത്. അത് മനസ്സിൽ നിർത്തിക്കൊണ്ട് ഞാനതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് തിരികെയാണ്. നമ്മുടെ കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് ചില വാക്കുകൾ ഓർപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവൻ്റെ ആസ്തിക്യത്തിൻ്റെ 1-2 പ്രത്യേക കാര്യങ്ങൾ നമുക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിന് ഒരു ആരംഭമുണ്ട്. മറിയിൽ നിന്ന് അവൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ കാലത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. കണക്ക് കൂട്ടാൻ കഴിയുന്ന ഒരു സമയത്ത് അവൻ മനുഷ്യനായിട്ട് ജനിച്ചു. ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് 33.5 വർഷത്തോളം അവൻ ഈ ലോകത്തിൽ ജീവിച്ചു. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുവാനായിട്ടിടയായി. മാനുഷികമായിട്ടൊരു ജനനം അവനുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് കാലം രണ്ടായിട്ട് തിരിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. യേശുക്രിസ്തുവിന് മുൻപും യേശുക്രിസ്തുവിന് ശേഷവും എന്ന കാലം തിരിയുന്നത് അവിടെയാണ്. ക്രിസ്തുവിന് മുൻപ്, ബിഫോർ ക്രൈസ്റ്റ്, അത് യേശുക്രിസ്തുവിന് മുൻപുള്ള കാലമാണ്. പിന്നെ കാലം തിരികെയാണ്. യേശുക്രിസ്തുവിന് ശേഷം അന്നോ ഡൊമിനിയോ എന്നുള്ള പദം, അതായത് ദ ഇയർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ കർത്താവിൻ്റെ വർഷം, AD, ആഫ്റ്റർ ഡെത്ത് അല്ല. അന്നോ ഡൊമിനിയോ എന്നുള്ള വാക്കാണ് AD എന്നുള്ള സംക്ഷേപാർത്ഥത്തിൽ നാം കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കാലത്തെ രണ്ടായി തിരിക്കത്തക്ക നിലയിൽ ചരിത്രഗതിയുടെ നടുവിൽ നിൽക്കുന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അവന് മാനുഷികമായിട്ട് ഒരു ജനനമുണ്ട്. പക്ഷെ അവൻ ദൈവമായതുകൊണ്ട് അവന് ആരംഭമില്ല. സകല ആരംഭങ്ങൾക്ക് മുൻപ് അവനുണ്ട് എന്നുള്ള കാര്യം നാം വ്യക്തമായിട്ട് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ 1-2 വാക്യങ്ങൾ അറിയാവുന്നത് ഒന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് ഒന്നുകൂടെ കിടക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പഴയ നിയമ പ്രവചനങ്ങളിൽ ഒരു വാക്യമാണത്.
നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യെശയ്യാവ് 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ്. ഞാനത് പിന്നാലെ ഒന്ന് പറയാം. അതുപോലെ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, ഗലാത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം തന്നെ പുത്രനെ കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. ഞാൻ ആ വാക്യം പിന്നാലെ വായിക്കുകയും ചെയ്യാം. ജനിച്ചവനായി യേശു ജനിച്ചു. അവന് മാനുഷികമായ ഒരു ജനനം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുൻപ് അവനുണ്ടായിരുന്നു. അതിന് വേദപഠിതാക്കൾ 3 നിലയിലാണ് സാധാരണ ഈ വിഷയത്തിന് വിശദീകരണം കൊടുക്കാറുള്ളത്. അതിലൊന്ന്, ജനനത്തിന് മുൻപുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ പൂർവ ആസ്തിക്യം, അതായത് ജനനത്തിന് മുൻപ് അവനുണ്ടായിരുന്നു. രണ്ടാമത്തേത് നിത്യ ആസ്തിക്യം, ജനനത്തിന് മുൻപുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവനില്ലാതിരുന്ന ഒരു കാലമില്ല, എന്നും അവനുണ്ട്, നിത്യ ആസ്തിക്യം അവന് ഉണ്ട്. മൂന്നാമത്തെ പഠനം എന്ന് പറയുന്നത്, ബാഹ്യമായ കാരണം കൂടാതെ അവനിൽ തന്നെ നിലനിൽക്കുവാൻ കഴിയും. നമ്മളാരും അങ്ങനെയല്ല. നമുക്ക് ജനിക്കാൻ വേണം, ജീവിക്കാനും വേണം. എന്നാൽ അവന് ബാഹ്യമായ കാരണം വേണ്ട. അവനിൽ തന്നെ നിലനിൽക്കുന്നവനാണ്. സ്വയാസ്തിക്യം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 3 പദപ്രയോഗങ്ങൾ ഞാൻ അല്പമായിട്ട് വിശദീകരിച്ചു പോകാം. 1, പൂർവാസ്തിക്യം, ജനനത്തിന് മുൻപ് അവനുണ്ട്. 2, നിത്യാസ്തിക്യം, എന്നും അവനുണ്ട്. 3, സ്വയാസ്തിക്യം, അവന് ബാഹ്യമായ ഒരു കാരണം നിലനിൽപ്പിന് ആധാരമായി വേണ്ട എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പൂർവ്വ ആസ്തിക്യം. ഞാൻ ചില വാക്യങ്ങൾ പറയുന്നേ ഉള്ളൂ, ആശയം അതുകൊണ്ട് തന്നെ കുറേ കൂടെ സുതാര്യമാക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. വിശദീകരണം അധികം വേണ്ടി വരുന്നില്ല. തൻ്റെ ജനനത്തിന് മുൻപ് താനുണ്ടായിരുന്നു. പൂർവാസ്തിക്യത്തിലെ 2-3 വാക്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ നമ്മൾ ഞാൻ ഉദ്ധരിച്ച യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കർത്താവിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ വാക്കുകളൊക്കെ പറയേണ്ടതാണ്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. നാളെ അവൻ ആരായിരിക്കും? ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും എന്ന് പറഞ്ഞിട്ട് ആ ജനിച്ച ശിശുവിനെക്കുറിച്ച് പറയുകയാണ്. അവിടെ ആ വാക്യം ശ്രദ്ധിക്കുമ്പോൾ, ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു കുഞ്ഞുണ്ടാകുന്ന പോലെ മറിയയ്ക്ക് ഒരു കുഞ്ഞ് ഉണ്ടായി. ഒരു ദിവസം, ഒരു പ്രത്യേക സമയം നമുക്കൊരു കൊച്ചുണ്ടാകുന്ന പോലെ മറിയയ്ക്കൊരു കുഞ്ഞുണ്ടായി. ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്നാണ് മാനുഷികമായ ജനനത്തെക്കുറിച്ച് പറഞ്ഞ വാക്കാണ്. അപ്പോൾ തന്നെ അടുത്ത വാക്ക്, ആ വാക്യം അവിടെ ഫുൾ സ്റ്റോപ്പിട്ട് അവസാനിപ്പിക്കുകയല്ല. ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർദ്ധവിരാമം, ഒരു കുത്തും കോമയും ഇട്ടിട്ട് അടുത്ത വാചകം എഴുതി, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഒരുവനെ നമ്മുടെ കയ്യിലേക്ക് തന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ നൽകപ്പെട്ടവനായ കർത്താവാണ്. അപ്പോൾ ജനിച്ചത് മാനുഷികമായ ജന്മമാണെങ്കിൽ, നൽകപ്പെട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരുവനെ നമ്മുടെ കയ്യിലേക്ക് തന്നു, നൽകി നമ്മുടെ കയ്യിലേക്ക് തന്നു. നാം അവനെ സ്വീകരിപ്പാൻ ഇടയായി. എന്നിട്ട് താഴെ അവൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ വാക്ക് പിന്നാലെ ഒന്നുകൂടെ പറയേണ്ടി വരും. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. നമ്മുടെ കർത്താവ് അധികാരിയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അഭിഷിക്തൻ എന്നുള്ള നിലയ്ക്ക് കർത്താവിൻ്റെ 3 രംഗങ്ങളും ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അവൻ രാജാവാണ്, അഭിഷിക്തനായ രാജാവാണ്. അവൻ പുരോഹിതനാണ്, അഭിഷിക്തനായ മഹാപുരോഹിതനാണ്. അവൻ പ്രവാചകനാണ്, അവൻ ദൈവത്തെക്കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തിയ പ്രവാചകനാണ്. എന്നും അഭിഷിക്തനായതുകൊണ്ട് ഈ വാക്കുകൾ അവനെ സംബന്ധിച്ച് ശരിയാണ്. അവനെന്നും പ്രവാചകനാണ്.
അവൻ നിത്യപുരോഹിതനാണ്, അവൻ നിത്യരാജാവാണ്, നമുക്കറിയാം. എന്നാൽ ഒരു കാലപരിധിയിലേക്ക് അവൻ്റെ ശുശ്രൂഷകളെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുന്നത് അവൻ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. അപ്പോൾ എന്നാണ് കർത്താവിൻ്റെ പ്രവാചക ദൗത്യം എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ അവൻ ജീവിച്ച കാലത്ത് അവൻ പ്രവാചകനായി വെളിപ്പെട്ടവനാണ്. ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് നമ്മുടെ കർത്താവ് പുരോഹിതനാണോ എന്ന് ചോദിച്ചാൽ പുരോഹിതനാണ്. കേവലം പുരോഹിതനല്ല, അവനാണ് നിത്യപുരോഹിതൻ, മഹാപുരോഹിതൻ എന്ന് പറയാവുന്നത്. എന്നാണ് പൗരോഹിത്യം അവനുണ്ടായത് എന്ന് ചോദിച്ചാൽ, സ്വർഗാരോഹണം മുതൽ രണ്ടാമത്തെ വരവ് വരെയാണ് അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. അവൻ തൻ്റെ ജനത്തെ അവൻ്റെ വല്ലഭത്വമുള്ള തോളിലും ബലമേറിയ ഭുജങ്ങളിലും വഹിച്ചുകൊണ്ട് പിതാവിൻ്റെ അടുക്കൽ നിൽക്കുന്ന പുരോഹിതനാണ്. ഇന്ന് അവൻ്റെ ജോലി പൗരോഹിത്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. സ്വർഗാരോഹണം മുതൽ പുനരാഗമനം വരെയുള്ള അതിദീർഘമായ കാലഘട്ടം അവൻ പുരോഹിതനായിരിക്കും. മൂന്നാമത്, അവൻ രാജാവാണോ എന്ന് ചോദിച്ചാൽ അവരെന്നും രാജാവാണ്. എന്നാൽ രാജത്വം അക്ഷരികമായി നടപ്പാക്കുന്ന ഒരു കാലഘട്ടം തിരുവെഴുത്ത് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം മഹാപീഡനത്തിൻ്റെ കാലത്തിലേക്ക് ലോകം കടക്കുന്നു. ആ 7 വർഷത്തിൻ്റെ ഒടുവിൽ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ രണ്ടാമത്തെ ഭാഗം സംഭവിക്കും, മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത്. തൻ്റെ വിശുദ്ധന്മാരോടുകൂടെ അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. സഖീരാപർവ്വതത്തിൽ വായിക്കുന്ന പോലെ അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. അവൻ അവിടെ വരുമ്പോൾ സ്ഥാപിക്കുന്ന ഒരു സിംഹാസനമുണ്ട്, തേജസ്സിൻ്റെ സിംഹാസനം. അവിടെ വെച്ച് അവനൊരു വിധി പറയും. ഇസ്രായേലിനെ ആര് സഹായിച്ചു, ആര് സഹായിച്ചില്ല. അങ്ങനെ ഇസ്രായേലിനെ സഹായിച്ചവരെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് അവനൊരു രാജ്യം സ്ഥാപിക്കും, നീതിയുള്ള ഒരു ഭരണം. യെശയ്യാപ്രവചനം 32-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന് പറയുന്നത് അക്ഷരികമായി നിവർത്തിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം ഈ ലോകത്തിൽ സ്ഥാപിതമാകും. 1000 വർഷം അവൻ ഈ ലോകത്തെ ഭരിക്കുവാനിടയാകും. അന്നാണ് അവൻ്റെ രാജകീയമായ ശുശ്രൂഷ ലോകം കാണുവാൻ പോകുന്നത്. ഒരുപക്ഷെ ആ രംഗത്തെക്കുറിച്ചാണ്, ആ രാജകീയ ഭരണത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ച യെശയ്യാ 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം പറയുന്നത്. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും എന്നുള്ള വചനം നിവൃത്തിയാക്കപ്പെടും. അവനെക്കുറിച്ച് 4 വിശേഷണ പദങ്ങൾ ഇവിടെ വായിച്ചു. അവനെപ്പോലെ മറ്റാരുമില്ല, സാമ്യങ്ങളില്ലാത്ത, സമാനതകളില്ലാത്ത ദൈവമാണവൻ. അവൻ അത്ഭുത മന്ത്രിയാണ്. മറുവശത്ത് ആ ജനിച്ച ശിശു, നൽകപ്പെട്ട മകൻ, വീരനായ ദൈവമാണ്. മൂന്നാമത്തേത് ഒരു വൈരുദ്ധ്യമായി തോന്നാം. നമുക്കായിട്ട് ജനിച്ച ശിശുവിൻ്റെ പേര് നിത്യപിതാവ് എന്നാണ്. അവൻ്റെ മറ്റൊരു പേര് സമാധാന പ്രഭു എന്നാണ്. ആ വാക്യം പറയുന്നത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ്. മനുഷ്യജന്മമുണ്ടായ ശിശുവാണെങ്കിലും മറുവശത്ത് നൽകപ്പെട്ട മകൻ എന്നവനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ജനനത്തിന് മുൻപ് അവനുണ്ടായിരുന്നത് കൊണ്ടാണ് അവനെ നമുക്ക് നൽകുവാൻ ഇടയായത് എന്ന വാക്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ രണ്ടാമത് പറഞ്ഞ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ അവിടെയും ഈ ആശയം തന്നെയാണ്, അത് വിശദീകരിക്കേണ്ടി വരികയില്ല. 4-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് എന്നാണ്. അതായത് യേശുക്രിസ്തുവിനെ നിയോഗിച്ചയച്ചു, ജനിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാണ്, അപ്പോൾ തന്നെ അവനെ ന്യായപ്രമാണത്തിന് കീഴിൽ നിയോഗിച്ച് അയച്ചതാണ്. ഒരു ജോലിക്കായി, ഒരു ഔദ്യോഗിക നിർവഹണത്തിനായി അവനെ നിയോഗിച്ചു അയച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവനുള്ളത് കൊണ്ടാണ് അത് സാധിച്ചത്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാണ്, അത് ശിശുവായി ജനിച്ചതിനെ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ജനനത്തിന് മുൻപ് ഉള്ളത് കൊണ്ടാണ് എന്ന വസ്തുതയാണ്. ആ വാക്ക് ഞാൻ അങ്ങോട്ട് വിടുകയാണ്. മൂന്നാമത് പരിചയമുള്ള ഒരു വാക്യം ഞാൻ ഉദ്ധരിച്ചു പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞൊരു വാക്കാണ്, അവൻ എനിക്ക്
മുൻപേയുള്ളവനാണ്. ഇതിലാരാ മൂത്തത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, യേശുക്രിസ്തു 6 മാസം ഇളയതാണ്. യോഹന്നാനാണ് 6 മാസം പ്രായ കൂടുതലുള്ള ആൾ. യോഹന്നാൻ സ്നാപക യോഹന്നാൻ. എന്നാൽ 6 മാസം മൂപ്പുള്ള ആ ചേട്ടൻ പുറകെ വരുന്ന അനിയനെക്കുറിച്ച് പറയുകയാണ്, അവൻ എനിക്ക് മുൻപേ ഉള്ളവനാണ്. ഓ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൻ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ യോഹന്നാന് 6 മാസം പിറകിലാണ്. 6 മാസം പ്രായമുള്ള 6 മാസത്തെ പ്രായ വ്യത്യാസം അല്ലേ. അത്യാവശ്യമൊക്കെ ഇപ്പം ഞങ്ങൾക്ക് 2 കൂട്ടർക്ക് കൊച്ചുമോളുണ്ട്, 6 മാസമേ ആയുള്ളൂ. അവളിപ്പോൾ മുട്ടുകുത്താതെ മുട്ട് പൊക്കി വെച്ചുകൊണ്ട് 4 കാലിൽ നടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നും ഞങ്ങൾ കാണാറുണ്ട്, ദൂരെയാണെങ്കിലും. അപ്പോൾ അത്രയും വ്യത്യാസം. അതായത് യേശു കർത്താവ് ബേത്ലഹേമിൽ ജനിക്കുന്ന സമയത്ത് യോഹന്നാൻ ഏതാണ്ട് അതുപോലെ നടക്കുന്ന ഒരാളാണ്. മുട്ടുകുത്തി നടക്കുന്നയാളെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നയാളാണ്. പക്ഷേ അതിനുശേഷം വരുന്നവനെക്കുറിച്ച് പറയുകയാണ്, എനിക്ക് മുൻപേ അവനുണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യത്തിൽ അവിടെ യഹൂദന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, നീ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? അബ്രഹാമിന് നിനക്ക് പരിചയമുണ്ടോ? കർത്താവ് പറഞ്ഞ വാക്ക് അവിടെ ഉണ്ട്, അബ്രഹാം ജനിച്ചതിന് മുൻപ് ഞാൻ ജനിച്ചു എന്നല്ല, ഞാനുണ്ട്. അബ്രഹാമിന് മുൻപ് ഞാനുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച വ്യക്തിയാണ് അബ്രഹാം. കർത്താവ് പറയുകയാണ്, അബ്രഹാമിന് മുൻപ് ഞാനുണ്ട്. യോഹന്നാൻ 6 മാസം പ്രായക്കൂടുതലാണ്, അവനേക്കാൾ മുൻപ് ഞാനുണ്ട്. അബ്രഹാം അനേക വർഷങ്ങൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ച ആളാണ്. അവനേക്കാൾ മുൻപ് ഞാനുണ്ട്. അവൻ്റെ പൂർവ്വ ആസ്തിക്യത്തെ അത് ബലപ്പെടുത്തുകയാണ്. ഇനി ചില വാക്യങ്ങൾ അധികം വായിക്കുന്നില്ല, നോട്ട് ചെയ്യുന്നവർക്ക് സഹായത്തിനായിട്ട് ചില വാക്ക് പറഞ്ഞു പോകാം. എല്ലാം ഒരു അധ്യായത്തിൽ നിന്നാണ്, അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം, അവിടെ ആവർത്തിച്ച് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തുണ്ടായിരുന്നു, അവിടെ നിന്ന് ഞാൻ ഇവിടേക്ക് ഇറങ്ങി വന്ന്, ആവർത്തിച്ച് പറയുന്ന വാക്കാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38, 41, 42, 50, 51, 58 ഈ വാക്യങ്ങളിലെല്ലാം ഈ ഒരു വാക്യം തന്നെ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങി വന്നവനാണ്. ഞാൻ നിർത്തേണ്ടിയിരിക്കുന്നു. ഒരു വാക്ക്, പരിചയമുള്ള ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നാം വായിക്കുന്നത്, നമ്മുടെ കർത്താവ് സക്കായിയുടെ വീട്ടിൽ ചെന്നു എന്നുള്ളതും അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി എന്നുള്ളതുമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡിക. എന്നിട്ട് അവനെക്കുറിച്ച് പറഞ്ഞു, ഈ വീട് രക്ഷപ്പെടാനുള്ള കാരണം ഇവൻ അബ്രഹാമിൻ്റെ മകനായതുകൊണ്ടാണ്. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ പ്രസിദ്ധമായ ഒരു പ്രസ്താവന കർത്താവ് പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ആ വാക്ക് ശ്രദ്ധിച്ചോണേ, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ജനിച്ചത് എന്നല്ല, മനുഷ്യപുത്രൻ വന്നത്. അവൻ വേറെ ഒരു സ്ഥലത്തുണ്ടായിരുന്നവനാണ്, അവിടെ നിന്ന് അവൻ ഇവിടേക്ക് വന്നതാണ്. ഇവിടെ വരുന്നതിന് മുൻപ് അവൻ വേറൊരു സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇന്ന് രാത്രി ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഇവിടെ ജനിച്ചെന്നല്ല. നമ്മൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു, ഓഫീസിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ കച്ചവട സ്ഥലത്തുണ്ടായിരുന്നു. നാം അത് കഴിഞ്ഞ് ഇവിടെ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നാം വേറെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. യേശുക്രിസ്തു ജനിച്ചു എന്നല്ല, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അവൻ ഇതിനു മുൻപ് മറ്റൊരു സ്ഥലത്തുണ്ടായിരുന്നു, ജനനത്തിന് മുൻപ് അവൻ ഉണ്ടായിരുന്നു. നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ലോകത്തിൽ വേറെ എങ്ങും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജനിച്ചപ്പോഴാണ് ഈ ലോകത്തിലേക്ക് വന്നത്, അതിനു മുൻപ് വേറെ എങ്ങും നാം ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്രിസ്തു ജനിക്കുമ്പോൾ തന്നെ അവൻ മറ്റൊരു സ്ഥലത്തുണ്ടായിരുന്നവനാണ്, അവിടെ നിന്ന് ഇറങ്ങി വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ നാം ദർശിക്കുമ്പോൾ ഈ ഒരു ഭാഗം തമസ്കരിക്കുവാൻ പാടില്ലാത്തതാണ്. ജനനത്തിന് മുൻപുള്ള ഒരുവൻ. ക്രിസ്തുവിൻ്റെ പ്രായമൊക്കെ ലോകം കണക്കാക്കുന്ന 2000 കൊല്ലത്തെ അങ്ങ് ചരിത്രം പറയും. ഞാൻ കണക്ക് പറയുകയല്ല, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആ കാലഘട്ടം നാം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്.
BC താഴോട്ട് എണ്ണി വരികയാണ്. എല്ലാവർക്കും അറിയാം, BC 5, BC 4, BC 3, BC 2, BC 1, AD 1, 2, 3. അപ്പോൾ അതായത് BC അവരോഹണമാണ്. താഴേക്ക് വന്നിട്ട് ഒരു പ്രത്യേക പോയിന്റിൽ വന്ന് നിൽക്കുന്നു. അവിടെ നിന്ന് AD ആരോഹണം ചെയ്യുക, ഉയരത്തിലേക്ക് പോവുകയാണ്. 1, 2, 3. പക്ഷേ ചരിത്രത്തിലെ കാലപഠനം എന്ന് പറയുന്നത് BC 2, 1 എന്ന് കഴിഞ്ഞ് AD 1 എന്ന് ആരംഭിക്കുകയല്ല. BC 1 എന്ന് പറയുന്നത് തന്നെയാണ് AD 1. 2 വർഷമല്ല, BC 1 തന്നെയാണ് കാലത്തിലെ പഠനത്തിൽ AD 1 എന്ന് പറയുന്നത്. യേശുക്രിസ്തു ജനിച്ചു, യേശുക്രിസ്തു മരിച്ചു. ചിലർക്ക് പ്രസംഗിക്കുമ്പോൾ തെറ്റായിട്ടായിരിക്കാം പറയുന്നത് 2016 കൊല്ലം മുമ്പ് യേശുക്രിസ്തു മരിച്ചു എന്ന്. ആ കണക്ക് തെറ്റാണ്. കാരണം കർത്താവ് മരിച്ചത് AD 30 32 ആകാം. രണ്ടിനും ന്യായങ്ങൾ സമർത്ഥമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്തു മരിച്ചത് 2000 അതുകൊണ്ട് അവൻ മരിച്ചത് 2016 വർഷങ്ങളായി എന്ന് പറയുന്നത് അബദ്ധമാണ്. അവൻ മരിച്ചത് ഒന്നുകിൽ AD 30 അല്ലെങ്കിൽ AD 32 എന്നുള്ള കാര്യം നാം ഓർക്കണം. പക്ഷേ അവനതിന് മുൻപുള്ള ദൈവമായതുകൊണ്ട് സ്തോത്രം. ഇവിടെ വരുന്നതിന് മുൻപ് അവനുണ്ട്. നിത്യതയിൽ പിതാവിനോടൊരുമിച്ച് നിത്യദൈവമായിട്ട് അവൻ വാണവനാണ്. പക്ഷേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാലസമ്പൂർണതയിൽ അവൻ ഇവിടേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി. ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് അവൻ ഒതുങ്ങി വരുവാൻ ഇടയായി. സർവ്വലോകത്തിലും ഒതുങ്ങാത്ത, സ്വർഗത്തിലും ഒതുങ്ങാൻ കഴിയാത്ത അപരിമേയനായ ദൈവം ഒരു സ്ത്രീയുടെ വയറിനുള്ളിലേക്ക് ഒതുങ്ങി വരുവാൻ ഇടയായി. കാലാധിപത്യമായി നിൽക്കുന്ന ദൈവം, യുഗാന്ത്യങ്ങളെ മറികടന്ന് നിൽക്കുന്ന ദൈവം ഒരു ചെറിയ സമയബന്ധനത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി. കാലത്തിൻ്റെ നടുവിൽ അവൻ ജീവിക്കുവാൻ ഇടയായി. എങ്ങും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ആ മഹാദൈവം പലസ്തീൻ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിൻ്റെ ആ സ്ഥലപരിധിക്കുള്ളിലേക്ക് ഒതുങ്ങി വരുവാൻ ഇടയായി തീർന്നു. അവൻ മനുഷ്യനായിട്ട് ജനിച്ച് ജീവിച്ച് മരിക്കുവാൻ ഇടയായി. ഇന്ന് രാത്രി നാം ഇവിടെ വന്നത് അവൻ അങ്ങനെ വന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ അങ്ങനെ വന്ന് മരിച്ചതുകൊണ്ട്, അവൻ രക്തം ചിന്തിയതുകൊണ്ട്, നമുക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കിയതുകൊണ്ട്, അവൻ നമ്മുടെ നീതീകരണത്തിനായി മരണപാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് നാം ദൈവമക്കളായി തീരുവാനിടയായി. എത്ര വലിയ വീണ്ടെടുപ്പാണ്! ഇന്ന് രാത്രി ആ നിസ്തുല പ്രഭാവത്തിൻ്റെ മുൻപാകെ, യേശുക്രിസ്തു എന്ന ആ മഹാദൈവത്തിൻ്റെ മുൻപാകെ ആദരവോടെ തല താഴ്ത്താം. അവന് ബഹുമാനവും സ്തുതികളും അർപ്പിക്കാം. ഇന്ന് രാത്രികാലം ഈ ചെറിയ പഠനം അതിനായിട്ടും കൂടെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. സകല മഹത്വവും ആ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ഈ ലഘു ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.